ഇപ്പോൾ തൊടുപുഴ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇടുക്കി മുള്ളരിങ്ങാട് അമേൽ തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടത് അല്പസമയം മുൻപാണ്. മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തേക്കിൻകൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് ആക്രമണമുണ്ടായത്. അമറിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലാണ് യൂത്ത് ലീഗ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. പ്രദേശത്ത് കാട്ടാന ശല്യം പതിവാണെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങൾ അല്പസമയം മുൻപ് 24 പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് അവിടെ. ഈ യുവാവ് കൊല്ലപ്പെട്ടത് അല്പസമയം മുൻപാണ്. കാട്ടാനയുടെ ആക്രമണം ഇവിടെ സ്ഥിരം സംഭവമാണെന്നാണോ നാട്ടുകാരുടെ പരാതി? പ്രവിധ, പ്രതിഷേധം സ്വാഭാവികമാണ്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രി കാഷ്വാലിറ്റിക്ക് മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്. സമീപ നാളുകളിൽ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന മൂന്നാമത്തെ ആളാണ്. അതായത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന മൂന്നാമത്തെ ആളാണ്. അതിന്റെ പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ ഈ ആശുപത്രിക്ക് മുൻപിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുള്ളരിങ്ങാട് സ്വദേശി അമർ എന്ന 22 വയസ്സുകാരനായ യുവാവാണ് കാട്ടാന ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ മുള്ളരിങ്ങാട് മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങാൻ തുടങ്ങിയിട്ട്. നേരിമംഗലം വനമേഖലയിൽ നിന്ന് ഈ മുള്ളരിങ്ങാട് ജനവാസ മേഖലയിലേക്ക് എത്തിയ കാട്ടാനകളാണ്. 8 ആനകളാണ് ഈ പ്രദേശത്തുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. ഇവയെ തുരത്തണമെന്ന് പലപ്പോഴായി നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അതിനുള്ളൊരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായി ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപവും ആരോപണവും നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ കാട്ടാന ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ട് 3:30 തേക്കിൻകൂപ്പിൽ മേയാൻ വിട്ടിരുന്ന പശുവിനെ തിരികെ കൊണ്ടുവരാനായി പോയപ്പോഴാണ് അമറിന് കാട്ടാന ആക്രമണം ഏൽക്കേണ്ടി വന്നത്. അമറിനൊപ്പം മറ്റൊരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരും, അതായത് ഈ കാട്ടാനയെ കണ്ട് ഈ പശു വിരണ്ടോടുകയും അങ്ങനെ അമറിന്റെ കാലിൽ പശുവിന്റെ കയർ ചുറ്റുകയും മറിഞ്ഞു വീഴുകയുമായിരുന്നു. അങ്ങനെ കാട്ടാനയുടെ മുൻപിൽ അകപ്പെട്ട് ദാരുണമായ ആക്രമണത്തിന് ഇരയായി എന്നുള്ളതാണ് അറിഞ്ഞത്. അതിനുശേഷം ഈ അമറിനൊപ്പം ഉണ്ടായിരുന്ന യുവാവ് ഓടി പുറത്തേക്ക് എത്തി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരെത്തി അമറിനെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നെങ്കിലും മരണം സംഭവിച്ചു എന്നുള്ളതാണ് അത്യന്തം ദുഃഖകരമായ സംഭവം. പലപ്പോഴായിട്ട് ഈ കാട്ടാന ആക്രമണത്തിൽ പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കുമെന്ന് വനംവകുപ്പ് പറഞ്ഞപ്പോഴും അത് പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പലപ്പോഴായിട്ട് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ഒരു നിത്യ സംഭവമായിട്ടും വനംവകുപ്പ് എന്തേ ഒരു ആലസ്യം ഈ കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുന്നതിൽ കാണിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരിമംഗലം വനമേഖലയിൽ നിന്ന് പെരിയാർ കടന്നാണ് ഈ മുള്ളരിങ്ങാട് മേഖലയിലേക്ക് കാട്ടാനകൾ എത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ ആനകളെ തുരത്താൻ വേണ്ടിയുള്ള നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിലും അത് പൂർണ്ണതോതിൽ വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ആ ദൗത്യം ഉപേക്ഷിക്കുന്ന നിലപാടിലേക്കാണ് പോയത്. എന്തായാലും നാട്ടുകാർക്കും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ ഈ ആശുപത്രിക്ക് മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പോലീസ് ഈ പ്രതിഷേധക്കാരെ തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നുകൂടി മനസ്സിലാകുന്നു. എന്തായാലും പ്രതിഷേധം കൂടുതൽ കനക്കാനുള്ള സാധ്യതയാണ്. കാരണം കാട്ടാന ആക്രമണത്തിൽ സമീപ നാളുകളിൽ കുട്ടമ്പുഴയിലെ സംഭവമാണെങ്കിലും നേരിമംഗലത്തെ സംഭവമാണെങ്കിലും ഇപ്പോൾ മുള്ളരിങ്ങാടെ സംഭവമാണെങ്കിലും അതെല്ലാം ഒരു മാസ കാലയളവിൽ സംഭവിച്ച ദാരുണ സംഭവങ്ങളാണ്, അല്ലെങ്കിൽ മരണങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും വനംവകുപ്പിന്റെ ഇടപെടൽ എന്തുകൊണ്ടോ ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിൽ, അല്ലെങ്കിൽ വന്യജീവി ആക്രമണം തടയുന്നതിൽ എന്തുകൊണ്ടോ അവർക്ക് അത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് തടയാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. നാട്ടുകാർ പലപ്പോഴായിട്ട് ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ പ്രധാനപ്പെട്ട പരാതി, ആക്ഷേപം എന്ന് പറയുന്നത് മരിച്ചു കഴിയുമ്പോൾ ഒരു 10 ലക്ഷം രൂപ കൊണ്ടു കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ല ഈ കാട്ടാന ആക്രമണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ 10 ലക്ഷത്തിന് വേണ്ടി മനുഷ്യരുടെ ജീവൻ ബലി കൊടുക്കാൻ ഇനി ആളുകൾ തയ്യാറല്ല എന്നുള്ളൊരു സൂചനയും മുന്നറിയിപ്പും ഈ കുട്ടമ്പുഴ സംഭവത്തിൽ തന്നെ നാട്ടുകാർ മുന്നോട്ട് വെച്ചതാണ്. ആ സംഭവം നടന്ന് 2 ആഴ്ച പോലും തികയുന്നതിന് മുമ്പ് അടുത്ത ആൾ അമർ 22 വയസ്സ് മാത്രമാണ്, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. ആ കുടുംബം നോക്കാൻ വേണ്ടി ആ പാവം യുവാവ് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്, പശുവിനെ ഉൾപ്പെടെ വളർത്തിക്കൊണ്ടിരുന്ന ആളാണ്. ആ യുവാവാണ് ഇപ്പോൾ ദാരുണമായി കാട്ടാന ആക്രമണത്തിൽ കാട്ടാനയുടെ കലിക്ക് ഇരയായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും സങ്കടകരവുമായ കാര്യം. രാഹുൽ, ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്
കാടിനകത്ത് വെച്ചാണോ? കൂട്ടമായി കാട്ടാനകൾ എത്തുകയായിരുന്നോ? ഇത് കാട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വനമല്ല, ഇത് തേക്കിൻ കൂപ്പാണ്, തേക്ക് പ്ലാന്റേഷൻ ആണ്. അത് വനം എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അത് വനമേഖലയല്ല. പക്ഷെ വനം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലമാണ് എന്നതുകൊണ്ട് മാത്രം വനം വകുപ്പിന് അവിടെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരു വനമേഖലയായിട്ട് കൂട്ടാൻ കഴിയില്ല. സാധാരണ ആളുകൾക്കൊക്കെ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൊരു സ്ഥലമാണ്. അവിടെ തേക്കിൻ കൂപ്പാണ്. അവിടെയാണ് പശുവിനെ മേയാനായിട്ട് വിട്ടിരുന്നത്. മേയാൻ വിട്ടിരുന്ന പശുവിനെ തിരിച്ചു വിളിക്കാൻ പോയപ്പോഴാണ് സ്ഥിരമായിട്ട് ഈ പ്രദേശത്ത് മേയാൻ പശുക്കളെ വിട്ടുകൊണ്ടിരുന്ന